ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അസാധ്യമായ ചിക്കൻ കറി. അപ്പോൾ അതിനാവശ്യമായത് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പുതിനയില, മല്ലിയില. ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായി ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ഒഴിച്ച് നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. കറി വെക്കാൻ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ 5 മിനിറ്റുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 വലിയ ഉള്ളി, ഏലക്ക, പട്ട, ഗ്രാമ്പു ആണ് ഇനി നമുക്ക് ആവശ്യമുള്ളത്. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നമ്മുടെ ഈ പട്ട, കറാമ്പു, ഏലക്ക എല്ലാം അതിലിട്ട് ഒന്ന് വറുത്തെടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഈ ചൂടായി വരുന്ന സമയത്ത് 2 വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായി ഇതൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ കറിയിലേക്ക് ഈ ഒരു ഉള്ളി മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. തക്കാളിയുടെ ആവശ്യമൊന്നുമില്ല. തക്കാളി ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ തന്നെ മാറിപ്പോകും. അപ്പോൾ ഇതൊന്ന് 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ആവശ്യമുള്ളത് ചിക്കനാണ്. ഞാൻ ഇതിലേക്ക് 500 ചിക്കനാണ് എടുക്കുന്നത്. ഇനി നമ്മുടെ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഈ ഉള്ളിയിലേക്ക് നമ്മൾ അരച്ചു വെച്ച മിക്സിങ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അപ്പം ഞാൻ ഈ ഒരു മിക്സി ഒന്ന് കഴുകിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കന് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇത് നമ്മൾ അടച്ചു വെക്കുന്നത് ഈ പച്ചമുളകെല്ലാം മിക്സിയിൽ അരച്ചെടുത്ത ആ ഒരു പച്ചമണം മാറുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് വെച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ആഡ് ചെയ്ത് ഇത് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 7-8 കാഷ്യൂനട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയിലിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത കാഷ്യൂനട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഓരോരുത്തർക്ക് ആവശ്യമുള്ള ഗ്രേവി അനുസരിച്ച് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുകയോ ആഡ് ചെയ്യാതിരിക്കുകയോ ചെയ്യാം. എനിക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ട്, അതിനാണ് ഞാൻ ഈ ഒരു പരുവത്തിലാക്കിയത്. നിങ്ങൾക്ക് ഇത്ര ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, അങ്ങനെ ചെയ്യാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.